അറുതമ്മയും ദർപ്പക്കൂടോ ഇല്ലില്ലാരോ 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 തകതാനന്ന തന്നാരോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നുമല്ല. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, ഓരോ തളിരിനും പൂവരും കായ് വരും. അപ്പോഴൊക്കെ ആരൊക്കെ എന്തെന്ന് ആർക്കറിയാം. എന്തോ തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്, പിന്നെന്തോ തീണ്ടലാണ്, പിന്നെന്തോ തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്. മത്സ്യമുള്ള കുളത്തിൽ കുടിക്കാമോ കുളിക്കാമോ, മത്സ്യമുള്ള കുളത്തിൽ കുടിക്കാമോ കുളിക്കാമോ. നമസ്കാരം. വീണ്ടും ഒരാളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ആരാണെന്ന് വെച്ചാൽ അങ്ങ് തിരുവനന്തപുരത്ത് നിന്നല്ലേ? തിരുവനന്തപുരത്ത് നിന്ന് ഒരു മോഹൻ പ്രചോദന, അങ്ങനെയല്ലേ ഫുൾ നെയിം? മോഹൻ ജി പ്രചോദന. മോഹൻ ജി പ്രചോദന. ജി ഇൻഷലാണ്. അല്ല, ഞാൻ ചോദിക്കാൻ തുടങ്ങുന്നത് ചേട്ടാ ജി ഇൻഷലാണ്. ഈ ഹെയർ സ്റ്റൈലൊക്കെ ആദ്യം നമുക്ക് അതൊക്കെ ഹെയർ സ്റ്റൈല് ആദ്യം മുതലേ ഞാൻ ഏകദേശം ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി കഴിഞ്ഞ് ഏകദേശം വന്ന സമയം മുതലേ ഞാൻ ഇങ്ങനെയായിരുന്നു ഹെയർ സ്റ്റൈൽ ഏകദേശം ഇതേ രീതിയിലാണ്. അത് അന്ന് മുതൽ തന്നെ സ്റ്റേജ് പ്രോഗ്രാമായിട്ട് ബാലെ ട്രൂപ്പുകളിലൊക്കെ 16-17 വയസ്സിലെ ബാലെ ട്രൂപ്പുകളിൽ സെൻസേഷണലായിട്ട് നിൽക്കുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. പക്ഷെ പണ്ട് മുതലേ ഞാനത് അങ്ങനെ ഒരു പാഷനായിട്ട് മാറ്റിയതല്ല. ഇത് ഓൾറെഡി ഇത് അന്ന് മുതൽ ഇങ്ങനെ തന്നെ ആയിരുന്നു. ഞാനൊരു പുതുമ വരുത്തിയതോ ഒന്നുമല്ല. പിന്നെ ഇപ്പോഴും അതങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നുള്ളതാണ്. അപ്പൊ മോഹനേട്ടന്റെ ഈ പ്രചോദനം എന്താണെന്ന്? പ്രചോദനം ഞങ്ങളുടെ കലാസമിതിയാണ്. എനിക്ക് ഓർമ്മയുണ്ടായ ഒരു 7-8 ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽ ഞങ്ങളുടെ ആ നാട്ടിലെ 13 വയസ്സല്ല, അതായത് ഇപ്പൊ നമ്മളൊക്കെ ചെറുതായിരുന്നു അന്ന്. വെള്ളറട പഞ്ചായത്തിലെ ഏറ്റവും നല്ല സമിതികളിലൊന്നായിരുന്നു അന്ന്. നമ്മൾ എനിക്ക് തോന്നുന്നു മധുസൂദനൻ നായരെയൊക്കെ അന്ന് വേദിയിൽ അവിടെ അതായത് മധുസൂദനൻ നായരൊക്കെ ആ കവിത ഭയങ്കര പ്രചാരത്തിൽ വരുന്ന ആ സമയത്ത് പ്രചോദന എന്ന് പറഞ്ഞ കലാസമിതി വഴി മധുസൂദനൻ നായരൊക്കെ ആദ്യമായിട്ട് അവിടെ വരുന്നത്. മധുസൂദനൻ നായർ സത്യത്തിൽ ആർക്കും ജനങ്ങൾക്ക് അറിയില്ല ആ സമയത്ത് പോലും. അങ്ങനെ വളരെ ഇതായിട്ട് നടന്ന ഒരു സമിതിയാണ്. 10-30 വർഷമായി സമിതി വന്നിട്ട്. ആ സമിതി ഇപ്പോൾ അതിൻ്റെ പേര് അങ്ങനെ തന്നെ ഞാൻ നിലനിർത്തിക്കൊണ്ട് അങ്ങ് പോകുന്നത് ഇതിൻ്റെ പേരിൻ്റെ വാലായിട്ട് അങ്ങനെ കൂടിയതാണ്. പേരിനൊപ്പം കൂടിയതാണ്. അതിൻ്റെ ഒറിജിനൽ നെയിം ഇതെല്ലാം മോഹൻകുമാർ എന്നാണ്. പക്ഷേ സീരിയലിൽ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-22 വർഷം ആവും. ഞാൻ സീരിയലിൽ ആദ്യമായിട്ട് ആർട്ട് അസിസ്റ്റന്റ് ആയിട്ടാണ് വരുന്നത്. 22 വർഷം ആവും തോന്നുന്നത്. പകിട പമ്പരമാണ്. ദൂരദർശനിലെ എനിക്കും പ്രായമുണ്ട്, അതുകൊണ്ട് എനിക്ക് പമ്പരമാണ് ആദ്യമായിട്ട് ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് വരുന്നത്. ആർട്ട് അസിസ്റ്റന്റ് ആയിട്ട് വരുന്നത്. ഈ ആർട്ട് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ചോര ഒലിക്കുന്ന സാധനമൊക്കെ മേക്കപ്പിലാണ് വരുന്നത്. അല്ല, ഈ ആർട്ടിനകത്ത് അത് വരത്തില്ല. അത് മേക്കപ്പിലാണ് കൂടുതൽ വരുന്നത്. അതെല്ലാം ആർട്ട് വർക്കിലാണ്. അതെല്ലാം ആർട്ട് വർക്കിലാണ്. ഫൈനാൻസിൽ പഠിച്ചതൊന്നുമല്ല, നമ്മുടെ ഉള്ള കഴിവ് വെച്ച് ഇങ്ങനെ വന്നത്. അപ്പൊ ആ സമയം മുതൽ ഇങ്ങനെ ആർട്ട് വർക്കുമായിട്ട് ഒരുപാട് സീരിയലുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സീരിയലുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കുറെ കാലം കൊണ്ട് സീരിയൽ വർക്ക് ചെയ്യുന്നില്ല. ഇടയ്ക്ക് കുറുപ്പ് ഇറങ്ങിയ സമയത്ത് ഒരു ബോധോദയം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. അത് പുതിയ പയ്യന്മാരെ വെച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഏറ്റവും ഒരു ഷൂട്ട് ചെയ്തു. അതിൽ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഇപ്പോഴും ഒരു സിനിമയുടെ പുറകിലാണ്. അങ്ങനെ പിന്നെ ജീവിതത്തിൽ ഈ സിനിമ ഇത്രയും കാലം കൊണ്ടു നടക്കുമ്പോഴും ഒരു 10-15 വർഷത്തിൻ്റെ ഇടയിലുള്ളിൽ ജീവകാരുണ്യ പ്രവർത്തനവും രക്തദാനവും. സിനിമ ഒരു പാഷനാണ്. അത് നമ്മുടെ വരുമാന മാർഗ്ഗമാണ്. സിനിമ മാത്രമല്ല, വരുമാന മാർഗ്ഗം കൂടെയാണ്. കലാപ്രവർത്തനം വരുമാന മാർഗ്ഗമാണ്. ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസ് ഒരുപാട് എഴുതിയിട്ടുണ്ട്. പിന്നെ നാടക സമിതികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അതൊരു സിനിമയുടെ ഇല്ല, ഞാൻ ഒന്നും പ്രാക്ടിക്കല പഠിച്ചിട്ടില്ല. എല്ലാം നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നതല്ലാതെ അതല്ല. പിന്നെ അതിന്റെ കൂടെ ജീവകാരുണ്യം, അത് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. ഇപ്പൊ ജീവകാരുണ്യം, രക്തദാനം എന്നൊക്കെ പറയുമ്പോൾ തിരുവനന്തപുരത്തെ ജില്ല ചോദിക്കുമ്പോൾ ആദ്യം എല്ലാവരും പറയുന്ന ഒരു പേരാണ് മോഹൻ ജി പ്രചോദന. അപ്പൊ ചേട്ടൻ അതിന് എഫോർട്ട് എടുത്ത് ചെയ്യുന്ന ഒരാളാണ്. തീർച്ചയായും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക്, എന്നെ പോലുള്ള ഒരു ഒബ്സർവർക്ക്, ചേട്ടനാണെങ്കിൽ അത് ഒരു കേസ് ഏറ്റെടുത്താൽ ആ കേസിന്റെ അപ്ഡേഷൻ, ആ കേസ് ക്ലോസ് ചെയ്യുന്നിടം വരെ അവരുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് അല്ലേ? RCCയിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. മെഡിക്കൽ കോളേജിലൊക്കെ ആയിരുന്നു കൂടുതലും. എന്നാലും തിരുവനന്തപുരത്തുള്ള ഇപ്പോൾ ഒരുപാട് ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്തായിരിക്കും ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രക്തത്തിന്റെ ആവശ്യകത വരുന്നത് തിരുവനന്തപുരം ആണെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്തൊക്കെ അത്രമാത്രം രക്തം ആവശ്യം വരുന്നത്. ഞാൻ 38 തവണ കൊടുത്തത്. ഇപ്പൊ 6-7 മാസം കൊണ്ട് പ്ലേറ്റ്ലെറ്റ് കണ്ടിന്യൂ ആവും. മാസം കൂടെ ചേർത്തിട്ടാണ് 38 ഞാൻ എണ്ണം കൂട്ടി പറഞ്ഞ് നമുക്ക് അഹങ്കരിക്കാം. അതാ ഞാൻ ചോദിക്കാൻ വന്നൊരു കാര്യം. അതായത് പ്ലേറ്റ്ലെറ്റ് കൊടുത്തു തുടങ്ങിയിട്ട് എൻ്റെ ഒരു അറിവ് വെച്ച് പ്ലേറ്റ്ലെറ്റ് കൊടുത്തു തുടങ്ങിയിട്ട് ഒരു 4-5 മാസത്തിന് അല്ല 4-5 വർഷത്തിനകത്ത് അത്രയും വർഷത്തിന് 4-5 വർഷത്തിനകത്താണ് ഈ പ്ലേറ്റ്ലെറ്റ് സജീവമായി കൊടുത്തു തുടങ്ങി. RCCയിലൊക്കെയും വരുന്നത് 4 വർഷത്തിനകത്താണ് പ്ലേറ്ലെറ്റ് മിഷൻ വരുന്നത്. ഈ 100 തവണയും 110 തവണയും ബ്ലഡ് കൊടുത്തു എന്ന് പറയുന്നവരെ ഞാൻ
ആവശ്യപ്പെടുകയാണ്. കാരണം 110 തവണ ബ്ലഡ് കൊടുക്കണമെങ്കിൽ ഒരു വർഷത്തിൽ അവർക്ക് 4 തവണ പറ്റൂല, ചിലപ്പോൾ 3 തവണ. ഏതെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 3 തവണയെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് ഒരിക്കൽ എപ്പോഴെങ്കിലും ഒരു മാസത്തിൽ നമുക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ലെന്ന് വെച്ചോ, അപ്പോൾ പോലും 2 തവണയാവുള്ളൂ. അങ്ങനെ ഈ 2 തവണ ഒരു വർഷത്തിൽ ബ്ലഡ് കൊടുക്കുന്ന ഒരാൾ 60-70 വയസ്സാകുമ്പോൾ 110 തവണയും 120 തവണയും വരണം എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഒന്ന് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ സമ്മതിക്കാം. കാരണം ഒരു മാസം നിങ്ങൾക്ക് പ്ലേറ്റ്ലെറ്റ് കൊടുക്കേണ്ട കാലാവധി ഒരു മാസം ഇപ്പം ഇല്ല ഒരു മാസം 28 ദിവസത്തിനകത്ത് RCCയിൽ ഇപ്പം കൊടുക്കാൻ സമ്മതിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ മാസം ഞാൻ കൊടുത്തിട്ട് 2 മാസമായി. ഇപ്പം എൻ്റെ അടുത്ത് മേഡം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത് AB പോസിറ്റീവ് സ്റ്റോക്കിൽ വെക്കാൻ പറഞ്ഞാണ്. അങ്ങനെ ആയാൽ പോലും ഒരു വർഷത്തിൽ നമുക്കൊരു 12 തവണ കൊടുക്കാമെന്ന് വിചാരിക്കുക. ഈ 12 തവണയും കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് കാണും, നമുക്ക് ഉറക്കം പ്രശ്നം കാണും, ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും കാരണം കൊണ്ടോ നമുക്ക് കൃത്യമായിട്ട് ഓരോ മാസം ഇടവേളയിൽ കൊടുക്കാൻ പറ്റില്ല. എങ്കിൽ പോലും 12 തവണ ആവുന്നുള്ളൂ. ഈ പ്ലേറ്റ്ലെറ്റ് കറക്റ്റായിട്ട് ആൾക്കാർ കൊടുത്തു തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നത് ഒരു 6 വർഷത്തിനിടയിലേ ആവുള്ളൂ. ഇപ്പോഴും എല്ലാ സ്ഥലത്തും പ്ലേറ്റ്ലെറ്റ് വിഷയം ഇല്ല. കിംസ്, അനന്തപുരി, പിന്നെ മെഡിക്കൽ കോളേജ്, RCC, എടപ്പഴിഞ്ഞി, SK എടപ്പഴിഞ്ഞി ഹോസ്പിറ്റൽ, ഫോർട്ട് ഹോസ്പിറ്റലില്ല. ഈ പർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ മാത്രമേ പ്ലേറ്റ്ലെറ്റ് മെഷീനുള്ളൂ. അപ്പോൾ ഈ 100-110 തവണയും കൊടുത്തു എന്ന് പറയുന്നവർ ഒന്നുകിൽ പ്ലേറ്റ്ലെറ്റ് കൊടുക്കണം. ആ പ്ലേറ്റ്ലെറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ 6-7 വർഷ കാലയളവിൽ മാത്രമാണ് പ്ലേറ്റ്ലെറ്റ് സജീവമായിട്ട് എല്ലാ ഹോസ്പിറ്റലിലും കൊടുത്തു തുടങ്ങിയത്. അതുവരെയും ബ്ലഡ് ആയിരുന്നു കൊടുത്തത്. അങ്ങനെ ബ്ലഡ് കൊടുത്ത ഒരു 100-110-200 എന്നൊക്കെ പറയുമ്പോൾ ഒരു സംശയം എൻ്റെ മനസ്സിൽ ബാലൻസ് ഉണ്ട്. അതുപോട്ടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല പറയുമ്പോൾ അതും പറയണമല്ലോ. അല്ല അത് അതിലേക്ക് ആ വിഷയത്തിലേക്ക് വന്നതുകൊണ്ട് ഇപ്പം ഞാൻ ഒരു 4-5 മാസം കൊണ്ട് കണ്ടിന്യൂ പ്ലേറ്റ്ലെറ്റ് കൊടുക്കുന്നുണ്ട്. 4 മാസം കൊണ്ട് ഏകദേശം ഞാൻ 8-9 തവണ എങ്ങനെയായ പ്ലേറ്റ്ലെറ്റ് മാത്രമായിട്ട്, ബാക്കിയുള്ളത് ബ്ലഡ് ഡൊണേഷനാണ്. അതാ പറഞ്ഞത്, ബ്ലഡ് ഡൊണേഷൻ മാത്രമായാൽ പോലും നമ്മുടെ ഒരു 60ാമത്തെ വയസ്സിൻ്റെ ഇടയിൽ നമ്മൾ കൂടിപ്പോയി എത്രയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അത്രയും ഹെൽത്ത് കണ്ടീഷൻ ആയിരിക്കണം. ഓരോ മാസവും അല്ലെങ്കിൽ ഒരു വർഷം 3 തവണ കൊടുക്കാൻ ഹെൽത്ത് കറക്റ്റ് ആയിരിക്കണം. നമുക്കൊരു പനിയോ അല്ലെങ്കിൽ ഒരു ജലദോഷമോ അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് ഗുളിയോ കഴിക്കാത്ത അവരായിരിക്കണം കൃത്യമായിട്ട് കൊടുക്കേണ്ടത്. അല്ല, ഇതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. മനസ്സിലായി ചേട്ടാ പറഞ്ഞത്. ഇപ്പോഴും അതുപോലെ തന്നെ ചേട്ടൻ ഇപ്പോൾ കലാപരമായിട്ട് ചേട്ടൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഐറ്റം എന്താണെന്ന് പറയും. കലാസമിതികളിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഐറ്റം എന്താണ്? ഞാൻ അങ്ങനെയൊന്നുമില്ല, ചുമ്മാ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി അച്ചാൻസ് മീഡിയയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചേട്ടൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം എന്നെ എടുത്ത് പൊക്കാനൊന്നും ഞാൻ പറയത്തില്ല. അങ്ങനെയല്ല പറയുന്നത്. ഒരു മിമിക്രിയോ ഒരു പാട്ട് പാടാവും. നാടൻ പാട്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയ്ക്കിൽ ഇന്ന് വെറുതെ പാടുന്ന ഞാനും കൂടെ പാടാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂട്ടത്തിൽ പാടാൻ. അപ്പൊ പഴയ ഒരു നാടൻ പാട്ടാണ്. അത് ആരൊക്കെ പാടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇല്ല അതുകൊണ്ട് അതും പഴയ കാലത്താണെങ്കിൽ അത് ആര് പാടി ആദിയില്ലല്ലോ അന്തമില്ലല്ലോ എന്ന് പറഞ്ഞേ. ഞാനതല്ല, വേറൊരു പാട്ട് പാടാം. എന്തു തന്നെ തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്, എന്തു തന്റെ തീണ്ടലാണ്, എന്തു തൻ്റെ തീണ്ടലാണ് തമ്പൂരാൻ്റെ തീണ്ടല്. ഉപ്പുകുത്തിയ മുളയ്ക്കുമോ വെലിമേ പടരുമോ, ഉപ്പുകുത്തിയ മുളയ്ക്കുമോ വെലിമേ പടരുമോ. പിന്നെന്തോ തീണ്ടലാണ് തമ്പൂരാൻ്റെ തീണ്ടല്, പിന്നെന്തോ തീണ്ടലാണ്, പിന്നെന്തോ തീണ്ടലാണ് തമ്പൂരാൻ്റെ തീണ്ടല്. മത്സ്യമുള്ള കുളത്തിൽ കുടിക്കാമോ കുളിക്കാമോ, മത്സ്യമുള്ള കുളത്തിൽ കുടിക്കാമോ കുളിക്കാമോ. പിന്നെന്തോ തീണ്ടലാണ് തമ്പൂരാൻ്റെ തീണ്ടല്, പിന്നെന്തോ തീണ്ടലാണ്. പഴയ പാട്ടാണ്. നല്ല രസമുണ്ട്. അതിനകത്ത് വരികളൊക്കെ ഭയങ്കര നല്ല രസമുണ്ട് കേൾക്കാൻ. ഇതാണോ എന്റെ കയ്യിൽ അങ്ങനല്ല, ഇതൊന്നും വെട്ടിച്ചില് സാധനം വെച്ചിട്ടാ പറഞ്ഞത്. ഇതൊന്നും നമ്മള് ഉണ്ടാക്കിയതല്ല, അതൊക്കെ കാലകാലമായിട്ട് പാടിയത് ഉണ്ടാക്കിയതായാലും ആര് പാടിയതായാലും അത് മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ചെയ്തില്ലേ, അത് തന്നെ സൂപ്പർ. ഒരെണ്ണോട് പാടിക്കും. എന്നെ CJ കുട്ടപ്പനാണെന്ന് തോന്നുന്നു ഈ പാട്ട് പാടിയത്. എനിക്ക് അറിയില്ല, നമ്മളെ ഒരു പടത്തിൽ ആ പാട്ട് വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതൊക്കെ വല്ലാത്ത റെയർ പാട്ടുകളാണ് കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ. CJ കുട്ടപ്പൻ സാറിനെ ഈ അടുത്ത സമയത്ത് ഞങ്ങളൊന്ന് കണ്ടിരുന്നു. CJ കുട്ടപ്പൻ സാറായിരിക്കും ആ പാട്ട് പാടിയെന്ന് എൻ്റെ ഓർമ്മയുണ്ട്. തന്തന്ന തന്തന്ന തന്തന്നാരോ 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 തകതാനന്ന തന്നാര തന്നാരോ മാറുതമ്മയും ദർപ്പക്കൂടോ ഇല്ലില്ലാരോ 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 തകതാനന്ന തന്നാര തന്നാരോ. അന്തകത്തെ വയലില് ഇല്ലില്ലാരോ 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 തകതാനന്ന തന്നാര തന്നാരോ. മാറുതമ്മയും ദർപ്പക്കൂടോ ഇല്ലില്ലാരോ ഇല്ലില്ലാരോ ഇല്ലില്ലാരോ
തകതാനന്ന തന്നാര തന്നാരോ. സുഹൃത്തുക്കളായിട്ട് ഇരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഈ പാട്ട് ശരിക്കും പറയട്ടെ, ചേട്ടനാണെങ്കിൽ ആ പാട്ടിലോട്ട് ഇറങ്ങി അങ്ങ് പാടുക കേട്ടോ. സത്യം പറഞ്ഞല്ലേ നമ്മള് ആ ഒരു സോങ് ഇങ്ങനെ ഉൾക്കൊണ്ട് തന്നെ പാടുന്നേ. ഇത് കാണുമ്പോഴ് നമുക്ക് ചാടി കൈ സത്യത്തിൽ ഇതൊന്നുമില്ല, നമ്മൾ വെറുതെ സൗഹൃദങ്ങൾക്കിടയിൽ പാടുന്നതാണ്. അത്ര വിനയം വേണ്ട, ഞങ്ങൾ പറയുന്നത് സൂപ്പർ ആണെന്ന് കേട്ടോ. അപ്പൊ സൂപ്പർ ആയിരുന്നു മോഹൻ ചേട്ടാ, പ്രചോദന ചേട്ടാ. അത് അറിയാതെ രക്തദാന മേഖലയും ഈ പറഞ്ഞ ജീവകാരുണ്യ പ്രവർത്തനവും നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ RCCയിലോ മെഡിക്കൽ കോളേജിലോ ഒക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒന്നുമല്ല എന്നറിയണമെങ്കിൽ മെഡിക്കൽ കോളേജിനേക്കാളേറെ ഒരു പക്ഷേ RCC ചെല്ലണം. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റാറ്റസുകളിലൊക്കെ ഞാൻ മിക്കപ്പോഴും ഞാൻ ഫ്രീ ആയി നിൽക്കുന്ന സമയത്തുള്ള ഞാൻ RCCയിലുണ്ട് എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ട് ഞാൻ കൃത്യമായിട്ട് ഉച്ചവരെ 1 മണി വരെ ബ്ലഡ് ബാങ്കിൽ ഞാൻ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നുമല്ല. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, ഓരോ തളിരിനും പൂവരും കായ് വരും. അപ്പോഴൊക്കെ ആരൊക്കെ എന്തെന്ന് ആർക്കറിയാം. എണ്ണൻ കക്കാടിൻ്റെ വരിയാണ് എപ്പോഴും ഞാൻ ഓർമ്മിക്കുന്ന ഒരു വരിയാണ്. നാളെ എന്തെന്ന് നമുക്കറിയില്ല. ജീവകാരുണ്യ പ്രവർത്തനം അതാണ് ഞാൻ എന്നെ പഠിപ്പിക്കുന്നത്. നാളെ എന്തെന്ന് നമുക്കറിയില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. എല്ലാവരും പറയും അടുത്ത ജന്മത്തിൽ. ഞാൻ പറയുന്ന അടുത്തൊരു ജന്മം ഇല്ല. ഈ ജന്മത്തിൽ ഇന്ന് ചെയ്യണം. ഇല്ലെങ്കിൽ അതൊരു പൂർത്തീകരണം. ഇതാണ് നമ്മുടെ സന്തോഷം. ഇത്രമാത്രം സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ജീവകാരുണ്യ പ്രവർത്തനം. കലാകാരന്റെ ഹൃദയം തൊടുന്ന വാക്കുകളും അതോടൊപ്പം അദ്ദേഹം ആ പാട്ട് പാടിയപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, കണ്ണുനീര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളത് കണ്ടു. കാരണം ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിനകത്ത് കിടക്കണ സംഭവങ്ങൾ ഒരുപാടുണ്ട് പറയാൻ. പക്ഷെ പറയാൻ ഇങ്ങനെ ബ്രേക്കായി നിൽക്കുകയാണ്. അല്ലേ, എന്തൊക്കെയോ പറയാനുണ്ട്, എന്തൊക്കെയോ സങ്കടങ്ങളുണ്ട്. പാട്ടുകളിലൂടെ ആ സങ്കടങ്ങൾ വെളിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മോഹനേട്ടന് ഇനിയും ഒരുപാട് സ്റ്റേജുകൾ കിട്ടാനും ജീവകാരുണ്യ മേഖലകളിൽ ഇനിയും ഒരുപാട് ശോഭിക്കാൻ കഴിയട്ടെ. താങ്ക് യു ചേട്ടാ. താങ്ക് യു.